പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ ഞാൻ കൊണ്ടുവരുന്ന വിഷയം ഗൗളിശാസ്ത്രത്തെക്കുറിച്ചാണ്. ഗൗളിശാസ്ത്രം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല, വളരെ എളുപ്പം മനസ്സിലാകുന്ന വിധത്തിൽ പറയാം. പല്ലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. ഈ പല്ലി ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതാ പല്ലി ചിലച്ചു എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ പല്ലി ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊരു നിമിത്തമായിട്ട് സങ്കല്പിക്കാറുണ്ട്. അത് എന്തോ വരാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ സൂചനയായിട്ട് സങ്കല്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പല്ലി നമ്മുടെ ശരീരത്തിൽ വീണുവെന്നിരിക്കട്ടെ, അത് മൂർധാവിലാവാം, ശരീരത്തിൻ്റെ മറ്റെവിടെയെങ്കിലും ആകാം, വീണുവെന്നിരിക്കട്ടെ. അങ്ങനെ വീണ് കഴിഞ്ഞാൽ അതും എന്തോ വരാൻ പോകുന്ന വലിയൊരു സംഭവത്തിൻ്റെ മുന്നോടിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് കിഴക്ക് ഭാഗത്ത് പല്ലി ശബ്ദിച്ചു, തെക്ക് ഭാഗത്ത് ശബ്ദിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ശബ്ദിക്കുന്നത് എന്ന് പണ്ടുള്ള ആൾക്കാരൊക്കെ ഈ ഇന്നത്തെ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ വരുന്നതിന് മുമ്പ് ഓരോ കാര്യങ്ങൾ കൃത്യമായി ഗണിച്ച് പറഞ്ഞിരുന്നത് ഈ പറയുന്ന പല്ലിയുടെ അല്ലെങ്കിൽ ഗൗളിയുടെ ആ നിമിത്തം നോക്കിയിട്ടാണ്. അതിന് വളരെയേറെ പ്രാധാന്യവും ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴും അത് വളരെയേറെ വിശ്വാസത്തോടുകൂടി മുറുക്കെ പിടിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ ഇന്ന് സാധാരണഗതിയിൽ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓടിപ്പോകുന്നത് ജ്യോത്സ്യരെടുത്താണ്. അവരവിടെ പോയിട്ട് പ്രശ്നം വെച്ചിട്ട് അതിനുള്ളൊരു പരിഹാര മാർഗം പറയും. അപ്പോൾ ആ ജ്യോതിഷശാസ്ത്രം പോലെ തന്നെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു ശാസ്ത്രമായിരുന്നു ഗൗളിശാസ്ത്രം എന്നർത്ഥം. മനുഷ്യ ശരീരത്തിൽ ഇത്തരത്തിൽ ഗൗളി പതിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലെ ഗൗളി പതനശാസ്ത്ര വിഭാഗത്തിൽ വിവരിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഇതിൻ്റെ പല വ്യാഖ്യാനങ്ങളും ഗൗളി പഞ്ചാംഗം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഗൗളി വീഴുന്ന അവസരത്തിൽ അല്ലെങ്കിൽ പല്ലി നമ്മുടെ ശരീരത്തിൽ വീഴുന്ന സമയം, ആ സമയത്തിൻ്റെ ചുറ്റുവട്ടില്ല അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത, ഇതിനൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ ഇത്തരത്തിലുള്ള വിധികൾ നിർണയിച്ചിരുന്നത്, അതിൻ്റെ ഫലങ്ങൾ വർണ്ണിച്ചിരുന്നത് എന്നർത്ഥം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ പൗരാണികമായിട്ട് പുരാണങ്ങളിൽ പോലും ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. പുരാണത്തിലെ ഋഷിവരന്മാരായിട്ടുള്ള ഗർഗനും അതുപോലെ തന്നെ വരാഹനും മാണ്ഡ്യനും നാരദനും ഒക്കെ തന്നെ ഈ ഗൗളി ശാസ്ത്ര ഗ്രന്ഥ നിർമ്മാണത്തിന് മുഖ്യമായ പങ്കു വഹിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള ഇത്തരം ശാസ്ത്രത്തെ മൺമറഞ്ഞു പോകുന്ന തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഗൗളിശാസ്ത്രം ഇന്ന് പലർക്കും അറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പോലും കേട്ടിട്ട് പോലും ഉണ്ടാകില്ല പലരും. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത് വീണ് കഴിഞ്ഞാൽ ആ സമയത്ത് എന്തായിരിക്കും നമ്മൾക്കുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അല്ലെങ്കിൽ ഗുണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണക്കാരെന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനുള്ള പരിഹാരവും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഗുണം ഉണ്ടാകുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ദോഷം ഉണ്ടാകുന്ന പോലെ തന്നെ അതിന് ഗുണവും ഉണ്ടാകും. അങ്ങനെ എന്തൊക്കെ സംഭവിച്ചു അതിന് നമുക്കൊരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരവും ഈ ഗൗളിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഗൗളിശാസ്ത്ര വിധി പ്രകാരം നമ്മൾക്ക് നാളെ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് നമുക്കറിയണ്ടേ? അതിനുള്ളൊരു വഴിയാണ് ഇന്നത്തെ ഈ ഒരു പ്രഭാഷണം. നമുക്ക് നോക്കാം. ഗൗളിശാസ്ത്രം ഓരോ ദിവസത്തിൻ്റെയും പ്രാധാന്യമുണ്ട്. ഇപ്പം ഞായറാഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ, തിങ്കളാഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ, രാത്രി സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഓരോ സമയത്തിനും ഓരോ ദിവസത്തിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് കേൾക്കാൻ വേണ്ടി തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിനുള്ള പരിഹാരവും അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാനും കഴിയും. സംഭവിച്ചാൽ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കുന്നത് ഇന്നുകൊണ്ടാണ്. ഒരു ജ്യോത്സ്യരത്തും പോകണ്ട, ഒരു ഗൗളിശാസ്ത്രം അറിയുന്ന ആളടുത്തും പോയിട്ട് ഇതിൻ്റെ വിധി പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്താമെന്നർത്ഥം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ പല്ലികൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള പല്ലികളുണ്ട്. നമുക്കറിയാം, വെളുത്ത നിറമുള്ള പല്ലി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നീല നിറമുള്ളതുണ്ട്. എന്ന് വെച്ചാൽ നല്ല നീലയല്ല, ഒരു നീല കളർ അടിക്കുന്ന തരത്തിലുള്ള സാധനം ഉണ്ട് എന്നർത്ഥം. കറുത്ത നിറമുള്ള പല്ലിയുണ്ട്, അത് ചിലപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നർത്ഥം.
അതുപോലെ തന്നെ ഈ വെളുത്ത നിറത്തിൻ്റെ മുകളിൽ പുള്ളികളുള്ള പല്ലികൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ചാരനിറമുള്ളത് കാണാൻ കഴിയും, സ്വർണ്ണ നിറമുള്ളത് കാണാൻ കഴിയും. അങ്ങനെ വ്യത്യസ്തമായ പല്ലികളുണ്ട്. ഈ വ്യത്യസ്തമായ പല്ലികൾ നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗത്ത് വീഴുമ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുക. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പല്ലിയുടെ ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം ഉറപ്പിച്ച് തീരുമാനിക്കണം. നമ്മളിപ്പോൾ ക്ഷേത്രത്തിലോ മറ്റേതെങ്കിലും ആരാധനാലയത്തിലോ ആണ് എന്നിരിക്കട്ടെ, അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട. അത് നമ്മളെ ഗുണമോ ദോഷമോ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നാൽ ചില സ്ഥലത്ത് ഇപ്പോൾ വീട്ടിലോ തൊഴിൽ സ്ഥാപനത്തിലോ മറ്റോ ആയിട്ട് പരിസരത്ത് നല്ല ശബ്ദത്തിൽ പെട്ടെന്ന് നമ്മൾ കേൾക്കത്തക്ക വിധത്തിൽ ശബ്ദത്തിലൊരു ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഗുണദോഷങ്ങൾ ഉണ്ടാകും. അത് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഞായറാഴ്ച ദിവസം ഇത്തരത്തിൽ പല്ലി ശബ്ദിക്കുന്നിരിക്കട്ടെ, അത് കിഴക്ക് ഭാഗത്താണ് ശബ്ദിക്കുന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് നിന്നാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ആ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുകയാണെന്നിരിക്കട്ടെ, എന്തെങ്കിലും കാര്യം നമ്മുടെ മനസ്സിലുണ്ടെന്നിരിക്കട്ടെ, അത് വിജയമായിരിക്കും എന്ന് ഉറപ്പിക്കാം. ഇത് ഗൗളിശാസ്ത്രം പൗരാണിക കാലഘട്ടം മുതലേ നമ്മൾ അനുഷ്ഠിച്ച് വരുന്ന അല്ലെങ്കിൽ അത് ആചരിച്ച് വരുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ, തള്ളിക്കളയേണ്ട കാര്യമല്ല. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ എടുക്കുകയോ വേണ്ട, തള്ളിക്കളഞ്ഞോളൂ. വിശ്വാസമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതല്ല ഇത് വെറും അന്ധവിശ്വാസമാണ്, ആയിക്കോട്ടെ, അന്ധവിശ്വാസമൊക്കെ തള്ളിക്കളഞ്ഞോട്ടെ. പക്ഷേ അന്ധവിശ്വാസമാണെങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ ഇത് വളരെയേറെ മുറുകെ പിടിച്ചിട്ട് അത് കൃത്യമായി അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായി ജീവിതത്തിൽ പുലർത്തി വരുന്ന നിരവധി ആൾക്കാരുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ആ നിരവധി ആൾക്കാർക്ക് അതിൻ്റെതായ ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഇത് നിമിത്തമായി കണക്കാക്കുന്ന ആൾക്കാർക്ക് ഇത് 100% കൊണ്ടുപോയാൽ ദോഷമൊന്നും ഉണ്ടാവില്ല. അതല്ല, വിശ്വാസമില്ലാത്ത ആൾക്കാർ ഇത് ഏറ്റെടുക്കുകയും വേണ്ട, അതങ്ങ് തള്ളിക്കളയാം. അന്ധവിശ്വാസമെന്നോ വേറെന്തോ വേണം തള്ളിക്കളഞ്ഞോളൂ. അപ്പോൾ ഞായറാഴ്ച ദിവസം കിഴക്ക് ഭാഗത്ത് നിന്നും പല്ലി ശബ്ദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ജയമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ കിഴക്കിനും തെക്കിനും ഇടയിലുള്ളൊരു ഭാഗമുണ്ട്, തെക്ക് കിഴക്കേ ഭാഗം എന്ന് വെച്ചാൽ അഗ്നിമൂല എന്നർത്ഥം. ആ അഗ്നിമൂലക്ക് നിന്നാണ് ഇത്തരത്തിലൊരു ശബ്ദമുണ്ടായതെങ്കിൽ, അത് ഈ പറയുന്ന ഞായറാഴ്ച ദിവസം ഇങ്ങനൊരു ശബ്ദമുണ്ടായെങ്കിൽ മരണഭയം ഉണ്ടാകാം. ഒന്നുകിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മരണത്തെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് നമ്മൾ, അല്ലെങ്കിൽ വലിയൊരു അപകടം നമുക്കുണ്ടാകും എന്നൊരു വിധത്തിൽ നമുക്കല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് സൂചന. അതോടൊപ്പം ഈ തെക്ക് ഭാഗത്തു നിന്ന് മാത്രമാണ് ഈ ശബ്ദം നിൽക്കട്ടെ. നേരത്തെ ഞാൻ അഗ്നികോണ പറഞ്ഞത്, പക്ഷേ തെക്ക് ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ശബ്ദം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക അത് എന്തോ ഒരു വലിയൊരു സന്തോഷം നമുക്ക് ഉണ്ടാകാനിടയുണ്ട്. അപ്പോൾ ആ തെക്ക് ഭാഗത്തു നിന്നാണെങ്കിൽ ഉറപ്പാണ് ഒരു സന്തോഷം നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ തെക്ക് പടിഞ്ഞാറേ ഭാഗം കന്നിമൂലക്കാണ് ഇങ്ങനെയൊന്ന് വരുന്നുണ്ടെങ്കിൽ സന്തോഷമല്ല, അവിടെ പരാജയമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു പല്ലി ശബ്ദിക്കുന്ന സമയത്ത് അതിൻ്റെ ദിക്ക് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ദിക്ക് ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിരുന്നാലും നമുക്ക് ഈ ദിക്ക് അറിയുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സൂര്യൻ എങ്ങോട്ടാണ് ഉദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് കിഴക്കാണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ആ കിഴക്കോട്ട് നമ്മൾ നോക്കി കേൾക്കുമ്പോൾ നമ്മുടെ നേരെ പുറകു വശമാണ് പടിഞ്ഞാറെന്ന് മനസ്സിലാക്കുക. അങ്ങനെ കിഴക്കോട്ട് നോക്കുമ്പോൾ സൂര്യനെ കാണുമ്പോൾ നമ്മുടെ വലത് കൈയുടെ ഭാഗമാണ് തെക്ക് എന്ന് മനസ്സിലാക്കുക, ഇടത് കൈയുടെ ഭാഗമാണ് വടക്ക്. ഇതെങ്കിലും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, ഇല്ലെങ്കിൽ വളരെ അബദ്ധമാണ്. അപ്പോൾ ഈ തരത്തിൽ തെക്ക് പടിഞ്ഞാറിനിടയിലുള്ള ഭാഗത്താണെങ്കിൽ നമുക്ക് പരാജയമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ വടക്കോ പടിഞ്ഞാറോ ഇത്തരത്തിൽ കേൾക്കുന്നു, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ആ ദിക്കിൽ, വടക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ വായുകൊള്ളി, ഇങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് എന്തൊക്കെയോ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. വസ്ത്രങ്ങൾ, സമ്മാനങ്ങൾ, ഇതൊക്കെ നമുക്ക് ലഭിക്കാൻ ഇടയുണ്ടാകും. അതോടൊപ്പം തന്നെ സന്തോഷകരമായ ഒരു വാർത്തയും കേൾക്കാൻ ഇടയുണ്ടാകും എന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം വടക്ക് കിഴക്കായിട്ടുള്ള ഈശാനുകോണിലോ കിഴക്കു ഭാഗത്തോ ആണെങ്കിൽ, അതായത് ഈ കിഴക്ക് ഭാഗത്തിൻ്റെയും വടക്ക് ഭാഗത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തും കിഴക്ക് ഭാഗത്തൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അതും സന്തോഷകരമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മുടെ നേരെ മുകളിൽ നിന്നാണ് ശബ്ദം ഉണ്ടാകുന്നിരിക്കട്ടെ, അങ്ങനെ നേരെ മുകളിൽ നിന്നാണ് ശബ്ദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിജയം തന്നെയാണ്. ഭൂമിയിൽ തറയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് പരാജയമായിരിക്കും.
ഇതാണ് ഞായറാഴ്ചത്തെ ആ ഒരു അവസ്ഥ. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി തിങ്കളാഴ്ചത്തെ കാര്യം നോക്കാം. തിങ്കളാഴ്ച കിഴക്ക് വടക്ക് ഭാഗത്ത് നിന്നാണ് ശബ്ദമെങ്കിൽ ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത്. കിഴക്ക് വടക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അഗ്നികോണിലാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ധനലാഭം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കിഴക്ക് ഭാഗത്തു നിന്നായാലും മതി, അതുപോലെ തന്നെ വടക്ക് ഭാഗത്തു നിന്നായാലും ഇത്തരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ സന്തോഷകരമായിട്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ചിട്ടിയായിട്ടോ അല്ലെങ്കിൽ ലോട്ടറി ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ നമുക്ക് പണം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കൂടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ കിഴക്കിൻ്റെയും തെക്ക് കിഴക്കിൻ്റെയും ഭാഗമുണ്ടല്ലോ, കിഴക്ക് നിന്നും നമ്മൾ അഗ്നികോണിലേക്ക് പോകുന്ന ആ ഭാഗം, അതുപോലെ ആ അഗ്നികോണിൻ്റെ പ്രധാന ഭാഗം, ആ ഭാഗത്തു നിന്നാണ് ഈ ഇത്തരത്തിൽ ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ബന്ധുജനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്, ആരോ വിരുന്ന് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തെക്കു ഭാഗത്താണെങ്കിൽ ശത്രുഭയമാണ് നോക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ദോഷം നമുക്ക് സംഭവിക്കും. അത് ശത്രുവിൻ്റെ രൂപത്തിലോ മറ്റേതെങ്കിലും, അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ട ഒരാളെ ശത്രുവാക്കാനും ഇടയുണ്ടാകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് ശത്രുക്കളുടെ ശല്യമുണ്ടാകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ തെക്കു പടിഞ്ഞാറിലെയും വടക്ക് പടിഞ്ഞാറിലെയും ശബ്ദങ്ങൾ മരണവാർത്ത കൊണ്ടുവരും എന്നാണ് പറയപ്പെടുന്നത്. ദിക്ക് മാറിപ്പോരുത് കേട്ടോ. കുറേ ദിക്കുകൾ പറയുമ്പോൾ നമുക്ക് അങ്ങനെ സംശയം വരും. ഇത് തിങ്കളാഴ്ചത്തെ കാര്യമാണ്. എന്നാൽ വടക്ക് ഭാഗത്തു നിന്നാണ് ശബ്ദം എന്നിരിക്കട്ടെ, വടക്ക് ഭാഗത്ത് നിന്ന് വരുന്നതാണെങ്കിൽ ധനം, ധാന്യം എന്നിവ നമ്മൾക്ക് വരാനിടയുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇനി തലക്ക് മുകളിലാണെങ്കിൽ യാത്ര പോകാൻ ഇടയുണ്ട്. തിങ്കളാഴ്ച, ഞായറാഴ്ചയല്ല, തിങ്കളാഴ്ച ആണെങ്കിൽ തലക്ക് മുകളിലാണെങ്കിൽ യാത്ര പോകാനും, ഭൂമിയിലാണ് ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഐശ്വര്യവും നന്മയും ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. അത് തിങ്കളാഴ്ചത്തത്. ഇനി ചൊവ്വാഴ്ച കിഴക്കു ഭാഗത്ത് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ധനലാഭം ഉണ്ടാകും. ആർക്ക്? ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ധനലാഭം ഉണ്ടാകും. തെക്ക് കിഴക്കിലെ ശബ്ദം സന്തോഷ വാർത്തയും, തെക്ക് കിഴക്ക് കോണിലുള്ള ശബ്ദം ധനലാഭവും ഉണ്ടാക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓരോ ഭാഗം ചെയ്യുമ്പോഴും നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് എന്നുള്ളത്. അപ്പോൾ തെക്കു പടിഞ്ഞാറ് ഭാഗത്തെ ശബ്ദമോ അത് മരണവാർത്തയെയാണ് കൊണ്ടുവരുന്നത്. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ചൊവ്വാഴ്ച ദിവസമാണെങ്കിൽ അത് മരണവാർത്തയെ ഉണ്ടാക്കും. പടിഞ്ഞാറ് ഭാഗത്തെ ശബ്ദമാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാകും. വടക്കു ഭാഗത്തെ ശബ്ദമാണെങ്കിൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ സഹായിക്കുന്ന ആൾക്കാർക്ക് അഗ്നിഭയമുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കാണ് ദോഷം വരുന്നത്. തലക്ക് മുകളിലാണ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് യാത്രയെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ചൊവ്വാഴ്ച ദിവസം യാത്രയെ സൂചിപ്പിക്കുന്നു. ആ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഗുണമൊന്നും ലഭിക്കില്ല. ചൊവ്വാഴ്ച ദിവസമാണെങ്കിൽ യാത്ര ഉണ്ടാകും, പക്ഷെ ആ യാത്ര കൊണ്ട് നമുക്ക് ഗുണമൊന്നും ലഭിക്കില്ല എന്നർത്ഥം. എന്നാൽ ഭൂമിയിൽ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ, തറയിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നതെങ്കിൽ അവർക്ക് വിവാഹ സുഖം അല്ലെങ്കിൽ സന്തോഷ വാർത്ത എന്തെങ്കിലും ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ബുധനാഴ്ച അങ്ങനെയല്ല കേട്ടോ. ബുധനാഴ്ചത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കിഴക്ക് ഭാഗം, അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗം, വടക്ക് കിഴക്ക് ഭാഗം, അതുപോലെ തെക്ക്, ഈ ഭാഗത്ത് നിന്നും ഗൗളി ശബ്ദമുണ്ടായാൽ ധനലാഭവും ഐശ്വര്യവും ഉണ്ടാകും എന്ന് പറയുന്നു. അതാണ് സൂചന. ഇനി വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തെ ഗൗളി ശബ്ദമാണെങ്കിൽ സമ്മാനങ്ങൾ ലഭിക്കാനിടയാകും എന്നുള്ളതാണ് സൂചന. ഇനി നേരെ മുകളിലിരുന്നാണ് കേൾക്കുന്നുണ്ടെങ്കിൽ അത് മരണവാർത്തയും, ഭൂമിയിലാണ് ശബ്ദമെങ്കിൽ വീടുകളിലേക്ക് അതിഥികൾ വരാൻ സാധ്യതയുണ്ടും എന്നും പറയപ്പെടുന്നു. ഇനി വ്യാഴാഴ്ച ദിവസം, ഇത് ദിവസങ്ങളുടെ കണക്കാണ്. ഇനി ശരീരത്തിൽ വീഴുന്നതിൻ്റെ എല്ലാം കണക്ക് വരാൻ പറ്റില്ല, ഇത് ശബ്ദത്തിൻ്റെ മാത്രമാണ്. വ്യാഴാഴ്ചയാണെങ്കിൽ കിഴക്ക് ഭാഗത്തെ ശബ്ദം മരണവാർത്തയായിരിക്കും, തെക്ക് കിഴക്കേ ഭാഗത്തെ ശബ്ദം സന്തോഷ വാർത്തയായിരിക്കും, പടിഞ്ഞാറു ഭാഗത്തെ ശബ്ദം കുടുംബ കലഹത്തെയാണ് സൂചിപ്പിക്കുന്നത്, വടക്കു ഭാഗത്തെ ശബ്ദം അതിഥികളുടെ വരവിനെ സൂചിപ്പിക്കുന്നു, വടക്ക് കിഴക്കു ഭാഗത്ത് അല്ലെങ്കിൽ വടക്കു കിഴക്കുമുണ്ടല്ലോ, വടക്കുമുണ്ട് വടക്കു കിഴക്കുമുണ്ട്, ആ ഭാഗത്താണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള
രോഗദുരിതങ്ങൾ, അത് വിഷത്തിലൂടെയും മറ്റുമൊക്കെ വരുന്ന അത്, അല്ലെങ്കിൽ ആയുധത്തിലൂടെ മുറിവുകൾ. ഇപ്പോൾ വീട്ടിൽ അടുക്കളപ്പണികൾ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള മുറിവുകളൊക്കെ വരും എന്നാണ് പറയപ്പെടുന്നത്. ഇതേ ദിവസം തന്നെ ശബ്ദം നിലത്ത് നിന്നാണ് കേൾക്കുന്നുണ്ടെങ്കിൽ കുടുംബ കലഹം ഉണ്ടാകും എന്നും, അതുപോലെ തന്നെ മുകളിലാണ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സാധനം നഷ്ടപ്പെടാൻ ഇടയുണ്ട് എന്നും കാണിക്കുന്നു. ഇനി വെള്ളിയാഴ്ചയാണെന്നിരിക്കട്ടെ, വെള്ളിയാഴ്ച കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സന്തോഷമായിരിക്കും. തെക്കു പടിഞ്ഞാറും ഭാഗത്തു നിന്നാണ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വില കൂടിയ സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കാനിടയാകുമെന്നും, തലയ്ക്ക് നേരെ മുകളിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് കീർത്തി ഉണ്ടാക്കുമെന്നും, അതുപോലെ തന്നെ ധനലാഭം ഉണ്ടാക്കുമെന്നും പറയപ്പെടുന്നു. എന്നാൽ ഭൂമിയിൽ നിന്നാണ് കേൾക്കുന്നുണ്ടെങ്കിൽ അത് മരണവാർത്ത കേൾക്കാനിടയാകുമെന്നും പറയപ്പെടുന്നു. ഇനി ശനിയാഴ്ച ദിവസമാണെന്നിരിക്കട്ടെ, ശനിയാഴ്ച ദിവസമാണെങ്കിൽ കിഴക്ക് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും തെക്ക് വടക്ക് ഭാഗങ്ങളിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് കലഹമുണ്ടാക്കും, ധനനഷ്ടമുണ്ടാക്കും. അതുപോലെ അയൽവാസികളായിട്ട് പോലും അല്ലെങ്കിൽ വെളിയിലുള്ള ആൾക്കാരായിട്ട് ഏതെങ്കിലും തരത്തിൽ കലഹം ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് ഇതേ ദിവസം ശബ്ദം ഉണ്ടാകുന്നതെങ്കിൽ അതും സമ്മാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് ശബ്ദമെങ്കിൽ വീട്ടിലേക്ക് വിരുന്നുകാരായിട്ട് അതിഥികൾ ആരെങ്കിലും വരുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ തലക്ക് നേരെ മുകളിലാണ് ഗൗളി ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടകാര്യം നടക്കാൻ സാധ്യതയുണ്ട് എന്നും, തറയിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഇഷ്ടകാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ ഇഷ്ടകാര്യത്തിന് തടസ്സമുണ്ടാകുമെന്നും പറയപ്പെടുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഗൗളി അല്ലെങ്കിൽ പല്ലി നമ്മുടെ ശരീരത്തിലാണ് വീഴുന്നതിരിക്കട്ടെ, അങ്ങനെ വീണ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ദുരിതങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ, ഗുണങ്ങൾ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ കിടക്കയിൽ അങ്ങോട്ട് കിടക്കുകയാണ്. ഈ കിടക്കയിൽ കിടക്കുന്ന അവസരം, കിടക്ക തന്നെ ആവണമെന്നില്ല കേട്ടോ, നമ്മൾ നിലത്ത് കിടക്കുന്ന സമയത്തായാലും നമ്മൾ കിടക്കുന്ന അവസരത്തിലാണെങ്കിൽ ആ പല്ലി ശരീരത്തിൽ എവിടെ വീണാലും ഇന്ന സ്ഥലമൊന്നുമില്ല, തലന്നോ പുറകിലെന്നോ മുതുകിലെന്നോ അങ്ങനത്തെ ഒന്നുമില്ല, കാലോ കയ്യോ ഒന്നും വിഷയമല്ല, കിടക്കുന്ന സമയത്ത് വീണാൽ ഉറപ്പിച്ചോളൂ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖം, അതും കഠിനമായ ദുഃഖം നമുക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതേ സമയത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്താണ് വീഴുന്നിരിക്കട്ടെ, ഇരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ആയിട്ട് വീണെന്നിരിക്കട്ടെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുഖവും ദുഃഖവും മിശ്രിതമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകും. അത് ജീവിതത്തിലെല്ലാം കൊണ്ട് തന്നെ നമ്മൾ അത്ര മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. എന്നാൽ വൻ ദുരിതങ്ങൾ മറ്റ് പലതരത്തിലുമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ പാത്രത്തിലേക്കാണ് വീഴുന്നിരിക്കട്ടെ, എച്ചിലായ പാത്രത്തിലാണേ, അങ്ങനെയാണെങ്കിൽ ബന്ധുക്കളുടെ സ്നേഹം അനുഭവിക്കാൻ യോഗമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ സാധാരണഗതിയിലുള്ള പാത്രങ്ങളിലാണ് നമ്മളെ മുമ്പ് ഇത് വീഴുന്നിരിക്കട്ടെ, ഒഴിഞ്ഞ പാത്രം, വെള്ളമൊന്നുമില്ലാത്ത സാധാരണ പാത്രത്തിലാണ് വീഴുന്നുണ്ടെങ്കിൽ അവിടെ രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട്, എന്തോ വലിയ രോഗം വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പെരുമാറണം എന്നർത്ഥം. ഇനി രണ്ട് പല്ലികൾ ഒരുമിച്ച് നമ്മുടെ മുന്നിൽ നിലത്ത് വീണെന്നിരിക്കട്ടെ, നിലത്ത് വീണൊക്കെ ചിലപ്പോൾ അവർ ഒന്നിച്ച് താഴേക്ക് വീഴുന്നുണ്ടാവുക. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരവിടെ വീട്ടിൽ വന്ന് കലഹിക്കും. രണ്ട് പല്ലികൾ ഒന്നിച്ച് കലഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളണം വലിയ ദുരിതം നമ്മുടെ വീട്ടിനുള്ളിൽ വരാനുണ്ട്, വലിയൊരു കലഹം വീട്ടിനുള്ളിൽ നടക്കാനുണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചോളണം. പരിഹാരമൊക്കെ ഉണ്ട് കേട്ടോ, പേടിക്കാനൊന്നുമില്ല. ഇനി നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ പല്ലി വീണ് ആ വിളക്കാണ് അണഞ്ഞു നിരിക്കട്ടെ, നിലവിളക്ക് എന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ ഐശ്വര്യമാണ്. ആ ഐശ്വര്യം ഒരു പല്ലി വീണ് അണഞ്ഞു കഴിഞ്ഞാൽ പറയാം, ഭയമുണ്ട്, എന്തായാലും പറയാം, ആ ഗൃഹനാഥന് തന്നെ നാശമുണ്ടാകും, അല്ലെങ്കിൽ ഗൃഹത്തിലുള്ള ആൾക്കാർക്ക് നാശമുണ്ടാകും. അവർ ഒന്നിക്കൽ ആ വീട്ടിൽ നിന്ന് വിട്ടുപോകും, അല്ലെങ്കിൽ അവരുടെ മരണം സംഭവിക്കും എന്നർത്ഥം. ഇനി നമ്മൾ പുതിയ വസ്ത്രമെല്ലാം വാങ്ങിച്ചു, വിഷുവിനോ ഓണത്തിനോ അല്ലെങ്കിൽ ഒരു പുതു വസ്ത്രം വാങ്ങിച്ച് നമ്മളത് ധരിച്ചു ധരിക്കട്ടെ, അതിൻ്റെ മുകളിലാണ്
ഇത്തരത്തിലൊരു പല്ലി വീണെന്നിരിക്കട്ടെ, അല്ല പുതുവസ്ത്രം നമ്മൾ ഒരു സ്ഥലത്ത് മടക്കി വെച്ചിട്ടുണ്ട്, ആ മടക്കി വെച്ചതിൻ്റെ മുകളിലാണ് വീണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ മാനഹാനിയാണ് ഉണ്ടാവുക. ഏതെങ്കിലും ചെയ്യാത്ത കാര്യത്തിന് നമുക്ക് ചെയ്തു എന്നുള്ള പേരിൽ ഒരു പേര് ദോഷം തന്നെ ഉണ്ടാകും എന്നർത്ഥം. ഇനി ആയുധത്തിൻ്റെ മുകളിലാണ് വീഴുന്നിരിക്കട്ടെ. ആയുധം എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ കറിക്ക് ഉപയോഗിക്കുക, കറി അരിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കത്തിയാവാം, മറ്റെന്തോ ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടുപറമ്പിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളാവാം, അങ്ങനെയുള്ള പണിയായുധങ്ങളാവാം, എന്തോ ആവട്ടെ, അതിൻ്റെ മുകളിലാണ് വീണതെങ്കിൽ കലഹം, കുടുംബക്കാർ തമ്മിലോ അയൽവാസികൾ തമ്മിലോ മറ്റോ ഒക്കെ തന്നെ കലഹമുണ്ടാകും. മാത്രമല്ല അതിനോടനുബന്ധിച്ച് തന്നെ കേസുകളും വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കഴിഞ്ഞില്ല, ഇനി നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി യാത്ര പോകുന്നിരിക്കട്ടെ, യാത്ര പോകുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ മുകളിൽ പെട്ടെന്ന് വീണെന്നിരിക്കട്ടെ, നമ്മൾ മനസ്സിലാക്കണം, പെട്ടെന്ന് തന്നെ ഒരു അപകടം വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ അപകടം, അങ്ങനെ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. അത് നമുക്കൊരു സൂചന, ഇപ്പോൾ പെട്ടെന്ന് പോകണ്ട എന്നുള്ളതിൻ്റെ ഇതിൽ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ദുരിതങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വ്യത്യസ്തമായിട്ടുള്ള പല്ലികളുണ്ടല്ലോ, ഈ വ്യത്യസ്തമായ പല്ലികൾ വീഴുന്ന അവസരത്തിലുള്ള ഗുണദോഷങ്ങൾ, അത് സ്ത്രീകളുടെ ശരീരത്തിൽ വീഴുമ്പോൾ ഉണ്ടാകുന്നത് ഗുണവും പുരുഷന്മാരുടെ ശരീരത്തിൽ വീഴുന്ന സമയത്തുണ്ടാകുന്നതും വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വെളുത്ത പല്ലിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ വെളുത്ത പല്ലി ചൊവ്വാഴ്ച ദിവസം നമ്മുടെ തലയിൽ വീണെന്നിരിക്കട്ടെ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് സ്ത്രീയായാലും പുരുഷനായാലും ബന്ധുക്കളുമായിട്ട് കലഹമുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഈ റോസാപ്പൂവിൻ്റെ നിറമുള്ള, അത് ഏകദേശം റോസ് അടിക്കുന്ന തരത്തിലുള്ള പല്ലികളുണ്ടാവും. അതിനെ ക്ഷത്രിയ വിഭാഗം എന്നാണ് പൊതുവെ പറയാറ്. ആ പല്ലി ഞായറാഴ്ച ദിവസം നെറ്റിയിലാണ് വീഴുന്നിരിക്കട്ടെ, പുരുഷന്മാരുടെ കാര്യമാണ് കേട്ടോ. നെറ്റിയിൽ വീണ് കഴിഞ്ഞാൽ അവർക്ക് നല്ല വിധത്തിലുള്ള ലാഭമുണ്ടാകും എന്നാണ് പറയുന്നത്. എന്തോ ഒരു വലിയൊരു സംഭവം കിട്ടാനുണ്ട്. ഇതേ പല്ലി ആയിരിക്കും കേട്ടോ എന്ന് കരുതിയിട്ട് ഒരു പല്ലിനെ പിടിച്ച് നമ്മുടെ നെറ്റിയിലേക്ക് നിട്ടേക്കരുത്. അബദ്ധവശാൽ പല്ലി വീഴുന്നതാണ്, അത് നമ്മുടെ നെറ്റിയിൽ വീണു. ഏതാണ്? റോസാപ്പൂവിൻ്റെ നിറമുള്ളത്. വീണ് കഴിഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല, നല്ല വിധത്തിൽ എന്തോ ഒരു ധനം നമ്മുടെ കുടുംബത്തിലേക്ക് വരാനുണ്ട്, സന്തോഷം കൊണ്ടുവരാനുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഇതേ പല്ലി തന്നെ ഇടത് ഭാഗത്താണ് വീഴുന്നത്. ഇതിപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ വലത് ഭാഗം കാണിക്കും നിങ്ങൾക്ക് അല്ലേ. ഇടത് ഭാഗത്താണ് വീഴുന്നെങ്കിൽ അത് കാര്യസാധ്യമായിരിക്കും. വലത് ഭാഗത്താണെങ്കിൽ ഐശ്വര്യമായിരിക്കും എന്ന് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ റോസാപ്പൂവിൻ്റെ നിറമുള്ള പല്ലി ശരീരത്തിൽ വീഴാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്നർത്ഥം. ഇങ്ങനെയാണെങ്കിൽ നീല നിറത്തിലുള്ള പല്ലിയുണ്ട്. നീല നിറച്ചാൽ കടും നീലയല്ല കേട്ടോ, ഇളം നീലയായിട്ട് തോന്നിപ്പിക്കുന്ന ഇത്. അത് പുരുഷന്മാരുടെ വലത് കണ്ണിൻ്റെ മുകളിലാണ് വീഴുന്നിരിക്കട്ടെ. അതേ സമയത്ത് സ്ത്രീകളുടെ ഇടത് കണ്ണിലും, പുരുഷന് വലത് കണ്ണാണെങ്കിൽ സ്ത്രീകളുടെ ഇടത് കണ്ണിലും വീഴുന്നിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ അല്ലെങ്കിൽ അവർക്ക് മംഗളകരമായ ഒരു കർമ്മം അവിടെ ഉണ്ടാകാനിടയുണ്ട് പെട്ടെന്ന് തന്നെ എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഞായറാഴ്ച ദിവസം നീല നിറമല്ല സ്വർണ്ണ നിറമുള്ള പല്ലി നമ്മുടെ വലത് ചെവിയുടെ ഭാഗത്ത് വീണുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗത്തിന് ഒരു ശമനമുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല ദീർഘായുസ് ഉണ്ടാകുമെന്ന് പറയുന്നു. കാരണം രോഗം മാറുമ്പോൾ തന്നെ ആ മനസ്സിന്ന് ഭയം മാറുമല്ലോ. അപ്പോൾ ദീർഘായുസ് ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇതേ പല്ലി ഇടത് ഭാഗത്താണ് വീഴുന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിലും നമ്മൾക്ക് ധനലാഭം ഉണ്ടാകും എന്നർത്ഥം. ഇതേ പല്ലി ബുധനാഴ്ചയാണ് വീഴുന്നതെങ്കിൽ അത് വലത് കൈയുടെ വിരലിൻ്റെ മുകളിലാണ് വീഴുന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ യശസ് കീർത്തി ഒക്കെ ലഭിക്കും. ശ്രദ്ധിക്കുക, സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്കാണ്. സ്വർണ്ണ നിറമുള്ള പല്ലി സ്ത്രീകളുടെ കൈവിരലില്ല വീഴുന്നെങ്കിൽ അവർക്കൊരുപാട് ദോഷമാണ് സംഭവിക്കുക. പുരുഷന്മാർക്ക് യശസ്സും കീർത്തിയും ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക്, അത് ബുധനാഴ്ച ദിവസമാണ്, ശ്രദ്ധിക്കുക, ബുധനാഴ്ച ദിവസം വീണാലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുക. അത് സ്ത്രീകൾക്ക് ദോഷമുണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഇത് ഏറ്റവും പ്രധാനമായിട്ടൊരു സ്ഥലമാണ് ഭ്രൂമധ്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ രണ്ട് പുരികത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലം, അതാണ് ഭ്രൂമധ്യം. ഇവിടെ വെളുത്ത പല്ലിയുടെ ശരീരത്തിൽ പുള്ളിയുള്ളതാണ് വീഴുന്നിരിക്കട്ടെ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും ഗുണമാണ്.
വെളുത്ത പല്ലിയുടെ ശരീരത്തിൽ പുള്ളികളായിട്ടുള്ളതാണ് ഈ ഭ്രൂമധ്യത്തിൽ വീഴുന്നതെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ധനനാശമുണ്ടാകും എന്നുള്ളതാണ്. അവർക്ക് പണച്ചെലവുണ്ടാകും, അതുപോലെ തന്നെ മോശമായ അനുഭവം ഉണ്ടാകും എന്ന് പറയുന്നു. ഇനി ചാരനിറമുള്ള പല്ലി എന്നുവെച്ചാൽ വെണ്ണീരിൻ്റെ ഒക്കെ നിറമുള്ള പല്ലിയാണ് മൂക്കിൻ്റെ അറ്റത്ത് വീണെന്നിരിക്കട്ടെ, മൂക്കിൻ്റെ മുകളിലോ മൂക്കിൻ്റെ അറ്റത്തോ വീണ് കഴിഞ്ഞാൽ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മളെ അലട്ടും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയോ കറുത്ത നിറമുള്ള പല്ലിയുണ്ട്. ഇത് നമ്മുടെ ഈ ഉള്ളം കൈയുടെ ഏതാവട്ടെ, ഇടതാവട്ടെ വലുതാവട്ടെ, ഉള്ളം കൈയിലാണ് പതിക്കുന്നതെങ്കിൽ അവർക്ക് ധനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനം വരും എവിടെ നിന്ന് കയറ്റേ. എന്നാൽ ഇടത് കൈയുടെ വിരലിൻ്റെ മുകളിലാണ് വീഴുന്നതെങ്കിൽ നിരാശയുണ്ടാകും, ഒരു കാര്യവും നടക്കില്ല, ഉദ്ദിഷ്ട കാര്യം നടക്കാതെ തടസ്സമുണ്ടാകും, അതുപോലെ തന്നെ ദുഃഖവും ഉണ്ടാകും എന്നർത്ഥം. കൂടാതെ ഈ പല്ലി ഇത് ദിവസമൊന്നുമില്ല കേട്ടോ, ഞായറെന്നോ തിങ്കളെന്നോ ചൊവ്വയൊന്നുമില്ല, എല്ലാ ദിവസവും ഏത് ദിവസവും ഈ പല്ലി നമ്മുടെ ശരീരത്തിൽ പതിച്ചാൽ, കറുത്ത നിറമുള്ള പല്ലി നമ്മുടെ ശരീരത്തിൽ പതിച്ചാൽ തടസ്സങ്ങളുണ്ടാകും. മുട്ടിന് താഴെയാണ് പതിച്ചെങ്കിൽ അത് ഇണയുടെ നാശം വരെ സംഭവിക്കാനിടയുണ്ട്. ഇണ പിണങ്ങിപ്പോകാനോ അല്ലെങ്കിൽ ഇണയ്ക്ക് മരണം സംഭവിക്കാനോ ഇടയുണ്ട്. കാലിൻ്റെ മുകളിലാണ് വീഴുന്നിരിക്കട്ടെ, കാൽപ്പത്തിയുണ്ടല്ലോ അതിൻ്റെ മുകളിലാണ് വീഴുന്നെങ്കിൽ യാത്ര പോകാൻ സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി വെളുത്ത പല്ലി, അത് വാൽ മുറിഞ്ഞതാണെന്നിരിക്കട്ടെ, വാല് മുറിഞ്ഞിട്ട് വീഴുമ്പോൾ തന്നെ ചിലപ്പോൾ വാല് മുറിഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ വാൽ മുറിഞ്ഞതാണെങ്കിൽ അത് ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ കാലിൽ വീണ് കഴിഞ്ഞാൽ, കാലിൻ്റെ പത്തിൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ രോഗമുണ്ടാകും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇനി വെളുത്ത പല്ലി തന്നെ, പക്ഷെ വെളുത്ത പല്ലിയുടെ മുകളിൽ കറുത്ത വരയുണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയുള്ള പല്ലികൾ ചൊവ്വ വെള്ളി ദിവസം വലത് കൈവിരലിൽ പതിച്ചാൽ ദോഷമാണ്. പലതരത്തിലുള്ള കേസുകൾ, അയൽവാസികളാവാം, പോലീസാവാം, മറ്റു തരത്തിലുള്ള കേസുകളാവാം, രോഗങ്ങളൊക്കെ നമുക്കുണ്ടാകും. കാലിൻ്റെ പുറത്താണ് പതിച്ചതിരിക്കട്ടെ, കാൽപ്പത്തിയുടെ പുറത്താണ് പതിച്ചതെങ്കിൽ മരണം വരെ സംഭവിക്കാനിടയുണ്ട്. കാലിൻ്റെ വിരലിലാണ് വീണതെങ്കിൽ സന്താനങ്ങൾക്ക് പോലും നാശമുണ്ടാകും എന്ന് പറയുന്നു. നഖത്തിൻ്റെ കാൽവിരലിലെ നഖത്തിൻ്റെ മുകളിലാണ് വീണെങ്കിൽ വളർത്തു മൃഗങ്ങൾക്ക് ദോഷമുണ്ടാകും എന്ന് പറയുന്നു. ഇതെല്ലാം പുരുഷന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ഏറ്റവും കൂടുതലാവുന്ന സ്ത്രീകളുണ്ടല്ലോ, സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പല്ലി ദേഹത്ത് വീഴാൻ ഇടയുണ്ടാവുക. കാരണം അവരാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം ഉണ്ടാകുന്നത്. പുരുഷന്മാർ രാവിലെ അങ്ങോട്ട് പോകുമല്ലോ. അപ്പോൾ സ്ത്രീകളുടെ ഇത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സ്ത്രീകളുടെ തലയിലാണ് വീഴുന്നിരിക്കട്ടെ, തലയിൽ മാത്രമല്ല അത് മൂർധാവിൽ, കൃത്യം മൂർധാവിൽ, സൈഡിലല്ല ഞാൻ പറയുന്നത്, മൂർധാവിൽ തന്നെ വീഴുകയാണെങ്കിൽ മരണമുണ്ടാകുമെന്ന് തന്നെ ചിന്തിക്കാം. ഇങ്ങനെ അവിടെ മൂർധാവിൽ ഇങ്ങനെ പല്ലി വീഴുന്നിരിക്കട്ടെ, അവർക്ക് മരണമാണ് വിധി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അവരുടൻ തന്നെ, പുരുഷന്മാർക്കും ഇത് തന്നെയാണ് വരിക, മൂർധാവിൽ വീണാൽ ഉടൻ തന്നെ അവർ ചിന്തിക്കണം. അത് കറുത്ത പല്ലിയാണെങ്കിൽ പിന്നെ പറയണ്ട. ആ വീട്ടിലെ ചെറിയ കുട്ടികളുണ്ടാവും, മക്കൾ, ഈ മക്കളെ കൊണ്ട് കാല് ശിരസിൽ ചവിട്ടിക്കുക എന്നുള്ളൊരു പതിവ് ചെയ്യാറുണ്ട്. എന്താ അറിയോ? സ്വന്തം മക്കൾ നമ്മുടെ ശിരസ് ചവിട്ടുന്നത് വെച്ചാൽ നമ്മൾ ചത്തതിനുമില്ല, മരിച്ചതിനുമില്ല. കാരണം അത്രയും ദുരിതമാണ് സ്വന്തം മക്കൾ ചവിട്ടുന്നത്. അപ്പോൾ ആ മരണം പോലെ തന്നെയാണ്. മക്കളുടെ മനസ്സിൽ അമ്മ ചത്തു അല്ലെങ്കിൽ മരിച്ചു. അപ്പോൾ ആ മക്കൾ തന്നെ ശിരസ് ചവിട്ടിക്കഴിഞ്ഞാൽ, മോനെ ഒന്ന് ഇവിടെ ചവിട്ടിയാട്ടെ എന്ന് പറഞ്ഞ് ചവിട്ടിച്ച് കഴിഞ്ഞാൽ മനസ്സ് വിഷമമുണ്ടായിട്ടില്ലല്ലോ, ഈ ഒരു ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ ആ ദുരിതം അങ്ങ് നീങ്ങിപ്പോകുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഫലം വരുന്നത്. ഇനി സ്ത്രീകളുടെ തലമുടി പുറകിലിങ്ങനെ കെട്ടി വെക്കാറുണ്ട്. ആ തലമുടി കെട്ടിൻ്റെ അകത്താണ് ഈ പറയുന്ന പല്ലികൾ വീണെങ്കിൽ അഗ്നിഭയമുണ്ടാകും, തീപിടുത്തം പോലെയുള്ളത്, ശരീരത്തിലും തീപ്പൊള്ളൽ ഏൽക്കാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ ഈ കഴുത്തിൻ്റെ പുറകുവശം, നമ്മൾ ഈ മുടിക്കെട്ടിൻ്റെ താഴെയാണുള്ള കഴുത്ത് വരിക, ആ കഴുത്തിൻ്റെ പിന്നിലാണ് വീഴുന്നതെങ്കിൽ കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നർത്ഥം.
അതോടൊപ്പം വലത് കവിള്, സ്ത്രീകൾക്ക് വലത് കവിളിലാണ് വീണെങ്കിൽ ഭർത്താവിന് മരണം സംഭവിക്കുമെന്ന് പറയുന്നത്. വലത് കവിളെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകളുടെ വലത് ഭാഗത്താണ് പുരുഷൻ നിൽക്കുക. അപ്പോൾ ആ പുരുഷൻ്റെ ആ ഭാഗം വരുന്ന കവിള്, ആ കവിളിലാണ് വീഴുന്നതെങ്കിൽ ആ ഭർത്താവിന് മരണം സംഭവിക്കുമെന്ന് പറയുന്നു. മരണഭയം ഉണ്ടാകുമ്പോൾ ആ അവസരത്തിൽ ഭർത്താവിനെ ആ മക്കളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നർത്ഥം. ഒരു വിശ്വാസമാണേ. ഇനി ഇടത് കവിളിലാണ് സംഭവിക്കുന്നിരിക്കട്ടെ, ഇടത് കവിളിലാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നും തന്നെ ഇല്ല. അവിടെ എന്താ, ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് സംഗമിക്കാൻ, അവരുടെ കൂട്ടുകൂടാനുള്ള ഒരു അവസരം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഇതേ സ്ത്രീകളുടെ വലത് ചെവിയുടെ മുകളിലാണ് വീഴുന്നുണ്ടെങ്കിൽ ദീർഘായുസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. സമാധാനമായില്ലേ? അതിന് വേണ്ടിയിട്ട് പിടിച്ചിട്ട് ചെവിനെ കൊണ്ടൊന്നും ഇട്ടേക്കരുത്, ദീർഘായുസ് ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട്. മരിക്കാൻ എല്ലാവർക്കും ഭയമായിരിക്കും. എന്നാൽ ഇടത് ചെവിയിലാണ് വീഴുന്നെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ധനലാഭം, സ്വർണ്ണലാഭം, അല്ലെങ്കിൽ വീട്ടിൽ സന്തോഷകരമായിട്ട് എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ വന്നു ചേരും എന്നാണ് പറയപ്പെടുന്നത്. ചെവിയിൽ വീണോട്ടല്ലേ, ഒരു വിഷയമില്ല. മൂർധാവിലും മുടിക്കെട്ടിലും കഴുത്തിലും വീഴാതെ വേണം നമ്മൾ ശ്രദ്ധിച്ചിട്ടല്ല കേട്ടോ, ഇതെല്ലാം അബദ്ധവശാൽ വീഴുന്നതാ. ഇനി മൂക്കിൻ്റെ മുകളിലാണ് സ്ത്രീകൾക്ക് വീഴുന്നുണ്ടെങ്കിൽ അവർ ഇനി കുറച്ച് കാലം കിടപ്പിലാകാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. നിത്യരോഗിയായി തീരാനും. ഈ മേൽചുണ്ടിലാണ് വീഴുന്നതെങ്കിൽ അവിടെ കലഹമുണ്ടാകാനും ഇടയുണ്ട് എന്നർത്ഥം. മേൽചുണ്ടിൽ വീണാൽ. എന്നാൽ കീഴ്ചുണ്ടിലാണ് വീഴുന്നുണ്ടെങ്കിൽ അത് ഐശ്വര്യമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഓരോ സ്ഥലത്തിനും ഓരോ ഇതാണ്. ഇനി ഈ രണ്ട് ചുണ്ടും ചേരുന്ന സ്ഥലം, നമ്മൾ സ്വതവേ പറയും മുത്തം കൊടുക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഉമ്മ കൊടുക്കുന്ന സ്ഥലം, അവിടെയാണ് ചെയ്യുന്നതെങ്കിൽ അത് നാശമായിരിക്കും. കാരണം ആ ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുന്നിടത്ത് അത് വീണ് കഴിഞ്ഞാൽ അവിടെ നാശമുണ്ടാകും എന്നർത്ഥം. ഇനി നമ്മുടെ ഈ സ്ത്രീകളുടെ തന്നെ രണ്ട് കക്ഷമുണ്ടല്ലോ, ആ കക്ഷത്തിലാണ് വീഴുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ധനസ്ഥിതി ഉണ്ടാകാനിടയുണ്ടാകും. അതുപോലെ തന്നെ വാരിയെല്ലിൻ്റെ ഭാഗത്താണ് വീഴുന്നതെങ്കിൽ ബന്ധുക്കൾ അവിടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ കക്ഷം പറഞ്ഞു, വാരിയെല്ല് പറഞ്ഞു. ഇനി തോളുകൾ, ഈ തോളിൻ്റെ മുകളിലാണ് വീഴുന്നിരിക്കട്ടെ. ഭർത്താവ് ചിലപ്പോൾ ദൂര സ്ഥലത്തായിരിക്കാം. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഭർത്താവിനെ കൊണ്ടുള്ള സുഖം നല്ലതുപോലെ കിട്ടാനിടയുണ്ട്. മാത്രമല്ല കുടുംബത്തിന് നല്ലപോലെ സുഖങ്ങൾ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരവയവമാണ് സ്ഥലങ്ങൾ. അവിടെയാണ് വീഴുന്നുണ്ടെങ്കിൽ അത് ദുഃഖമായിരിക്കും എന്ന് പറയുന്നു. ഇനി കന്യക ആയിട്ടുള്ള കല്യാണം കഴിയാത്ത സ്ത്രീകളുടെ വയറ്റിൻ്റെ മുകളിലാണ് വീഴുന്നുണ്ടെങ്കിൽ വിവാഹം അടുത്ത കാലത്ത് തന്നെ നടക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. നഖത്തിലാണ് വീഴുന്നുണ്ടെങ്കിലോ അവർക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. കൈപ്പത്തിയുണ്ട്, ഇതിൻ്റെ പുറം ഭാഗം, ഇത് ഉൾഭാഗം, ഇത് പുറം ഭാഗം. ഇങ്ങനെ കൈപ്പത്തിയുടെ പുറത്താണ് വീഴുന്നുണ്ടെങ്കിൽ ആഭരണങ്ങൾ ലഭിക്കാൻ അല്ലെങ്കിൽ മറ്റു ചില വിലമതിക്കാത്ത സമ്മാനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് എന്നർത്ഥം. പൊക്കിൾ അല്ലെങ്കിൽ നാഭിയുടെ മുകളിലാണ് വീഴുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തോ വലിയൊരു ലാഭം സംഭവിക്കാനിടയുണ്ടെന്നും, ഗുഹ്യഭാഗത്താണെങ്കിൽ നമ്മൾക്ക് പതനമായിരിക്കും ഉണ്ടാവുക. ഗുദത്തിലാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ രോഗസൂചനയായിരിക്കും ഉണ്ടാവുക. കാൽമുട്ടിലാണ് വരുന്നുണ്ടെങ്കിൽ ബന്ധനമായിരിക്കും, അത് കേസായിരിക്കാം, ചിലപ്പം ജയിലിൽ തന്നെ പോകേണ്ടതായിട്ട് വരാം. കാലിൻ്റെ വിരലിലാണ് പതിക്കുന്നതെങ്കിൽ സന്താന ലാഭം നമുക്കുണ്ടാകും, ധനലാഭമുണ്ടാകും എന്നർത്ഥം. അതുപോലെ തന്നെ ആ കൈയുടെ നഖത്തിൻ്റെ മുകളിലാണെങ്കിൽ ധനത്തിനെ നമ്മൾ കൊണ്ടുവരും, ധനം ആഗമിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ ആൾക്കാർ ചിലപ്പോൾ അന്ധവിശ്വാസം എന്നൊക്കെ പറയും. പക്ഷേ പൂർവികരായ ആൾക്കാർ പണ്ട് കാലങ്ങളിൽ വളരെ മുറുക്കെ പിടിച്ചിരുന്നൊരു ശാസ്ത്രമാണ് ഗൗളിശാസ്ത്രം. അതിൻ്റെ ആചാര്യന്മാർ പോലും ഉണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജ്യോതിഷികളുടെ അടുത്ത് പോകുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് പല്ല് വീണുപോയി ഒരു ശബ്ദമുണ്ടായിക്കഴിഞ്ഞാൽ
അതിൻ്റെ കാര്യം അറിയാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ഗണിച്ച് പറയുന്ന ആചാര്യന്മാർ അന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് പോകുമായിരുന്നു. എന്നാൽ ഇന്നും അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്, പക്ഷെ വളരെ അപൂർവമാണ് എന്നർത്ഥം. ഇന്ന് കൂടുതലും നമ്മൾ ജ്യോതിഷത്തിലേക്ക് ശ്രദ്ധ ചെലുത്തിയതോടുകൂടി ഗൗളിശാസ്ത്രം പുറന്തള്ളപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതേപോലെ തന്നെ പല്ലിശാസ്ത്രം പോലെ തന്നെയാണ് പക്ഷിശാസ്ത്രവും ഉണ്ട് കേട്ടോ. പക്ഷികൾ ഇന്നവാദം ചിലച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന ജ്യോതിശാസ്ത്രത്തിനേക്കാളും പ്രാധാന്യമുണ്ടായിരുന്നു പക്ഷിശാസ്ത്രവും അതുപോലെ തന്നെ ഗൗളിശാസ്ത്രവും. ആ ഗൗളിശാസ്ത്രത്തിൽ പറയുന്നത് യഥാവിധി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാറുമുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ പരിഹാരമാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ദുരിതം സംഭവിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന പരിഹാരം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് ഒരു ഗൗളി അല്ലെങ്കിൽ ഒരു പല്ലി നമ്മുടെ ശരീരത്തിൽ വീണു, അത് നമുക്ക് ദോഷമാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ ശാസ്ത്രം മുഴുവൻ കേട്ടപ്പോൾ നമുക്ക് തോന്നി അത് എൻ്റെ മൂർധാവിലാണ് വീണത്, അല്ലെങ്കിൽ എൻ്റെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വീണു, ഒരു ദോഷകരമായിട്ടൊരു അശുഭകരമായിട്ടുള്ളതാണ് നമുക്ക് സംഭവിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ അതിന് പരിഹാരം വേണ്ടേ? എന്താ പരിഹാരം? ഒന്നും ചിന്തിക്കേണ്ടതില്ല. ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? വേഗം തന്നെ നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം അങ്ങോട്ട് ജപിക്കുക. 108 ജപിക്കാൻ പറ്റിയ ഉത്തമം. ഇനി ഒന്നുമില്ല എങ്കിൽ തന്നെ ഒരു 18 തവണയെങ്കിലും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. ഏതാണ് ആ മൃത്യുഞ്ജയ മന്ത്രം എന്ന് നമുക്ക് നോക്കാം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഇതാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. അതങ്ങോട്ട് ജപിക്കാം. അപ്പോൾ അത് ജപിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം? നേരെ ഒരു 108 പഞ്ചാക്ഷരി മന്ത്രം അങ്ങോട്ട് ജപിക്കാം. ഓം നമഃ ശിവായ. ഇതൊന്നും കൂടാതെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾക്ക് ഏറ്റവും ദോഷകരമായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ മൂർധാവിലി ആണ് വീണത്, മരണമാണ് സമം. അപ്പോൾ ആ മരണസമം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളിൽ ആരെങ്കിലും കൊണ്ട് അവിടെ ചവിട്ടിക്കുകയാണെങ്കിലോ, അത് സ്വന്തം മക്കൾ നമ്മുടെ മൂർധാവ് ചട്ടുന്നുണ്ടെങ്കിൽ അത് മരിച്ചതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ ആവട്ടെ. അല്ലെങ്കിൽ നമ്മൾ നെഞ്ചത്ത് വീണ് മറ്റെവിടെയെങ്കിലും ആണ് വീണിട്ടുള്ളത്, അത് നമുക്ക് ദോഷകരമായിട്ടുള്ളതാണെങ്കിൽ ഇതുപോലെ തങ്ങളെക്കാൾ ഇളയ കുട്ടികളെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടോ, ഇനി കുട്ടികളില്ലെങ്കിൽ പുരുഷന്മാരാണ് ഭാര്യയെ കൊണ്ടോ ഒക്കെ ഇത് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാണ്. മെല്ലെ ചവിട്ടോ. കിട്ടിയ അവസരത്തിൽ ചിലപ്പോൾ ഭർത്താവ് പറയുക എൻ്റെ ഇവിടെ ഒരു ഇത് വീണിട്ട് അത് നീ ചവിട്ടിയ പരിഹാരമാണെന്ന് പറഞ്ഞാൽ ആ അവസരം മുതലാക്കിയിട്ട് ആഞ്ഞ് ചവിട്ടിയേക്കരുത്. കാരണം ആ ഒരു ദുരിതം ഇല്ലാതാക്കാൻ മറ്റൊരു ദുരിതം ചെയ്യിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്യാറുണ്ട് ആൾക്കാർ. എന്നിരുന്നാലും നമുക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള നാമജപമാണ്. പഞ്ചാക്ഷരി മന്ത്രമോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രമോ ജപിച്ചു കഴിഞ്ഞാൽ ഇതിന് പരിഹാരമാകും എന്നുകൂടി നമ്മൾ പറയപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് വളരെ വേറെ ഭയമോ അങ്ങനെയൊന്നും കണ്ടെങ്കിൽ തന്നെ നമ്മൾ ദേവി മാഹാത്മ്യം 11-ാം അധ്യായം വായിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ദേവിയുടെ മൂലമന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്കിതിന് പരിഹാരമായിട്ട് ചെയ്യാം എന്നർത്ഥം. ഏതായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് അയച്ചു കൊടുത്തോളൂ, ഇല്ലെങ്കിൽ അയച്ചു കൊടുക്കരുത്. ഈ വീഡിയോയിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.